ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അത് സിവിലിയൻസിന്റെ മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം കുവൈറ്റിലേക്ക് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ റഡാർ കുവൈറ്റിൽ തകർക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നു. അതിനിടയിൽ അമേരിക്ക പട്ടാളക്കാരെ ഇറാൻ ക്യാപ്ചർ ചെയ്തു എന്നൊരു വ്യാജ വാർത്ത പുറത്തു വന്നിരുന്നു. വ്യാജ വാർത്ത എന്ന് ഞാൻ പറയാൻ കാരണം അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വ്യാജ വാർത്ത എന്ന് പറയുന്നത്. അമേരിക്കയും അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇപ്പൊ ഹൂത്തികളെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ ഹൂത്തികളുടെ വ്യോമത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൂത്തികളുടെ മീൻസ് ഇൻ ദ സെൻസ് സിറിയയിൽ, യമനിലെ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഹൂത്തികൾ സൗദിക്ക് വലിയ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിന് പകരം വീട്ടും, ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചടിക്കും എന്നാണ് ഹൂത്തികൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഇത് കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. ഇറാന്റെ പ്രോക്സിയാണല്ലോ ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. ഹൂത്തികളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് നേരെ ആക്രമണം കടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബാബ് അൽ മന്ദേബ് തുറമുഖം അല്ല ആ ഒരു കടലെടുക്ക് അത് അടച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്ക് ഇപ്പോൾ ഇറാൻ സമ്പൂർണമായി നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ മന്ദേബ് കടലെടുക്ക് യമനിലുള്ള അത് ഹൂത്തികളോട് അതിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറാൻ അങ്ങനെയൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നിലേക്ക് നീങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തറിലെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ കഴിഞ്ഞ ദിവസം ഇറാൻ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ രാജ്യത്തേക്ക് തൊടുത്ത നിരവധി മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടും അലർട്ടുകൾ നൽകാനായിട്ടും പൗരന്മാർക്ക് മൊബൈൽ ഫോൺ അലർട്ടുകൾ നൽകിയതായിട്ടും അവർ പറയുന്നുണ്ട്. തടഞ്ഞു നിർത്തപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാരണം ഒരു കുട്ടിക്ക് പരിക്കേറ്റതായും ആ കുട്ടി ചികിത്സയിലായതായും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ സൈന്യം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. പോരാത്തതിന് ഇറാനിലെ പാലങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും അമേരിക്ക നശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൈ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ ഹാസ് റിവീൽഡ് ദ സ്കെയിൽ ഓഫ് ദ ഇന്റലിജൻസ് ഫെയിലിയർ ബിഹൈൻഡ് എ ഡെഡ്ലി സ്ട്രൈക്ക് ഓൺ എൻ ഇറാനിയൻ പ്രൈമറി സ്കൂൾ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ക്യാൻസർ ബാധിച്ച കുട്ടികളെ ചികിത്സിക്കുന്നതിനുള്ള ഒരു ആശുപത്രി അമേരിക്ക ആക്രമിച്ച വാർത്തകൾ പുറത്തു വന്നിൽ നമ്മൾ അത് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അതേ കുട്ടികൾക്ക് നേരെയാണ് വീണ്ടും അമേരിക്ക ആക്രമണം നടത്തുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്കൂളിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. 28 ഫെബ്രുവരി സ്ട്രൈക്ക് ഓൺ ഷജാറെ തയ്യബെ സ്കൂൾ ഇൻ മിനാബ് killed 156 people including 120 students and an unborn child എന്നുള്ളതാണ് സ്കൈ ന്യൂസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഷജാറെ തയ്യബെ എന്ന് പറയുന്ന മിനാബിലെ സ്കൂളിൽ 186 പേരെയാണ് അമേരിക്ക കൊന്നിരിക്കുന്നത്. ഇത് 120 കുട്ടികളുണ്ട്. അതിൽ ഒരെണ്ണം ഒരു നവജാത ശിശുവാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. 7 independent experts told us that all the evidence points towards US responsibility. ഇത് യുഎസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സമ്പൂർണ്ണമായും എന്നാണ് അവർ പറയുന്നത്. എല്ലാ മാധ്യമങ്ങളും ഈവൻ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും അമേരിക്കയുടെ ആ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ, എങ്ങനെ ഈ സ്കൂളിന് നേരെ ആക്രമണം ഉണ്ടായി, ഇത് അമേരിക്കയുടെ വലിയ ഇന്റലിജൻസ് ഫെയിലിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് നേരെയും അവിടെയുള്ള സിവിലിയൻസിന് നേരെയും അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ ഹൂത്തികളെ രംഗത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ വലിയൊരു സ്കെയിലിലേക്ക് യുദ്ധത്തിന്റെ ഒരു ഇമേജ് മാറുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്നൊരു വാർത്ത, ഇറാനിലേക്ക് അമേരിക്ക കരയുദ്ധം ആരംഭിക്കും എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ തെക്കൻ ഇറാനിലാണ് ഇവർ കണ്ടിന്യൂസ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിനൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഈ കുട്ടികൾ സ്കൂളിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ബോംബാക്രമണം നടക്കുമ്പോൾ കുട്ടികൾ കൊല്ലപ്പെടുന്ന പോലെയല്ല. ഇതിപ്പോ ആദ്യമല്ല അമേരിക്ക ഇത് ചെയ്യുന്നത്. ഇവര് ആദ്യത്തെ ഫെബ്രുവരി 28 നടത്തിയ ആക്രമണം, ഈ ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം നടത്തിയ ആക്രമണത്തിൽ ഒരു സ്കൂൾ ഇവർ ആക്രമിച്ചിരുന്നു. അന്നും കുറെ 100-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. അത് പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായിരുന്നു. ഇത് കൊച്ചു കുട്ടികളുടെ സ്കൂളാണിത്. മറ്റേത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായിരുന്നു. എനിക്ക് +2 തലം വരെ അങ്ങനെ കണ്ടുള്ള ഒരു കുട്ടികളായിരുന്നു അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ ഇത് പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഇന്റലിജൻസ് പരാജയമായിരിക്കാം. അല്ലാതെ അത് അങ്ങനെ ഒരു മനഃപൂർവ്വം അമേരിക്ക കണക്ക് ഒരു രാജ്യം ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രീതിയിലേക്ക് ബോംബിടുമോ എന്നറിയില്ല. എന്ത് തന്നെയായാലും ഇനി ഇന്റലിജൻസ് ഫെയിലർ ആണെങ്കിലും അല്ലെങ്കിലും ചെയ്തത് അങ്ങേയറ്റത്തെ ഒരു ഹീനമായ പ്രവൃത്തിയാണ്, മോശം പ്രവൃത്തിയാണെന്ന് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ടതായിട്ടില്ല. അപ്പോ അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇറാൻ വലിയ രീതിയിൽ കുവൈറ്റിലേക്ക് ആക്രമണം നടത്തുന്നത്. UAE ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പൊങ്ങിയ ചില വിമാന സർവീസുകളുടെ കമ്പനികൾ
അവർ തിരിച്ച് ലാൻഡ് ചെയ്യാനായി പറയുന്ന ഒരു സാഹചര്യം വന്നു. അവർക്ക് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അലർട്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലർ ഈ സത്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ അലർട്ട് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിന്റെ താഴെ വന്നിട്ട് അവര് മോശമായി ചില ഊള കമന്റുമായിട്ട് ചിലർ വരും. ഞാൻ UAE-യിലാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഈ നാട്ടിൻപുറത്ത് ഏതോ ഒരു കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് കട്ടിലിരുന്നുകൊണ്ടോ പാടവരമ്പത്തിരുന്നുകൊണ്ടാണ് ഈ കമന്റ് ഇടുന്നത്. അവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനൊരു വളരെ ഉത്തരവാദിത്വപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്തകൾ ചെയ്യുന്നതും ഇത്തരമുള്ള വാർത്തകൾ എത്തിക്കുന്നതും. കാരണം അത് അവരും കൂടെ അത് അറിയണം അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ വാർത്തയ്ക്ക് അത്യാവശ്യം ആളുകൾ കാണുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന പ്രവാസികളെ അവഹേളിക്കുന്നതിന് അപമാനിക്കുന്നതിന് തുല്യമാണ്. അതൊരിക്കലും ചെയ്യരുത്. നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് അവര്. അവരുടെ ഇൻകം കൂടെയാണ് ഈ സംസ്ഥാനത്തെ ഈ നിലയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതല്ലാതെ അവര് നമ്മളിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ള ഒരാളുകളൊന്നും അല്ല അവര് എന്ന് നമ്മൾ ആലോചിക്കണം. 1 കോടി ആളുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ. 1 കോടി ആളുകളാണ് ഈ മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം. 1 കോടി ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവര്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ആരും ഞങ്ങൾ രാവിലെ ഇരുന്ന് അടിച്ചുണ്ടാക്കുന്നതല്ല. ഇതെല്ലാം ഒഫീഷ്യലായിട്ട് എക്സ്പോസ്റ്റിൽ UAE ആയാലും ഖത്തർ ആയാലും അവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ആരെങ്കിലും കണ്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതി തന്നെയാണ് ജാഗ്രത നിർദ്ദേശം പറയുന്നത്. കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സമാധാനത്തെ ചർച്ചകളൊന്നും ഉടനെ ഇല്ല. പല പ്രവാസികളും ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക വെച്ചുകൊണ്ട് ഞാൻ ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടു. അത്രത്തോളം ഉണ്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നമ്മുടെ നാവികർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നാവികർക്ക് മാത്രമല്ല ഷിപ്പിംഗ് കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ UAE-യുടെ അനവധി രാജ്യങ്ങളുടെ ഷിപ്പിംഗ് കമ്പനികളിൽ നമ്മുടെ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ മർച്ചന്റ് നേവിയിലും മറ്റുമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഷിപ്പിംഗ് കമ്പനികൾക്ക് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആളുകളെ, അതായത് ഇന്ത്യക്കാരെ നിങ്ങൾ ഈ കപ്പലിലേക്ക് കയറ്റിവിടരുത്, ഈ ഹോർമുസ് വഴി പോകുന്ന കപ്പലിലേക്ക് അത് ഞങ്ങൾ അനുവദിക്കത്തില്ല, അത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോർമുസ് വഴി പോകുന്ന കപ്പലിൽ നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ടുപോകരുത്, അവരെ ജോലിക്ക് ഉപയോഗിക്കരുത് എന്ന് നമ്മളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന മൊത്തത്തിൽ ഒന്ന് കലങ്ങി പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതിനിടയിലാണ് ഇറാന് അവരുടെ പ്രോക്സിയായ ഹൂത്തിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ചെങ്കടൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ ഹൂത്തികൾ അതുവഴി പോകുന്നത് ഇന്റർനാഷണൽ ജലപാതയാണത്. ആ ജലപാതയെ കൂടെ പോകുന്ന ഷിപ്പുകളെ പതിറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം. എപ്പോ നോക്കിയാലും ഹൂത്തി ആക്രമണത്തിൽ ആ കപ്പൽ പോയി, ഈ കപ്പൽ പോയി. നമ്മുടെ രാജ്യമൊക്കെ പോയിട്ടാണ് ചില കപ്പലുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതൊക്കെ. അത് നമ്മളുമായിട്ട് ടച്ചുള്ള ഷിപ്പുകളെ പറ്റുമൊക്കെയാണ്. പക്ഷെ അവിടെ ഒരുപാട് രാജ്യങ്ങൾ ആ പാത തന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ കറങ്ങി തിരിഞ്ഞൊക്കെയാ വരുന്നത്. ഭയങ്കര പൈസ ചെലവാണ്. കാരണം നമുക്കിപ്പോ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ടിൽ നിന്ന് മാറി ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു എക്സ്പെൻസ് വളരെ കൂടുതലാണ് ഈ ട്രാൻസ്പോർട്ടേഷന്. ഇപ്പോൾ വീണ്ടും ആ രീതിയിലേക്ക് പോകണം. പക്ഷെ ചെങ്കടലിന്റെ അവിടെ ബ്ലോക്ക് ചെയ്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കൻ കൺട്രിയിലേക്കും ഒരേ സമയത്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ഈ എണ്ണയും ക്രൂഡ് ഓയിലും മാത്രമാണ് പോകുന്നത്. അല്ല, ഒരുപാട് ചരക്കുകൾ എത്തണ്ടേ. ഈ നമ്മുടെ രാജ്യത്തുനിന്ന് കയറിപ്പോകുന്ന ചരക്കുകളില്ലേ, അത് നമ്മൾ എണ്ണയാണോ കയറ്റി വിടുന്നത്? അല്ല, നമ്മൾ എന്തൊക്കെ മരുന്നുകൾ കയറ്റി വിടുന്നുണ്ട്, മറ്റ് സാമഗ്രികൾ കയറ്റി വിടുന്നു. നമ്മുടെ രാജ്യമായാലും ചൈനയായാലും ഇതൊക്കെ നമ്മൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലും ഒക്കെ കയറ്റി വിടും. ഇതെല്ലാം ബ്ലോക്ക് ആകുകയാണ്. ബ്ലോക്ക് ആകുമ്പോൾ എന്താ സംബന്ധിച്ച് ലോകം മുഴുവൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. എണ്ണയുടെ പ്രശ്നം വേറൊരു വഴിക്ക് കിടക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രതിസന്ധി കൂടെ വരുന്ന രീതിയിലേക്ക് ചെങ്കടലൂടെ ബ്ലോക്ക് ചെയ്യുന്നത്. അത് കടലിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും നമ്മൾ കണ്ടിരിക്കുന്നത് കരയിലുള്ള പരിപാടികളായിരുന്നെങ്കിൽ ഇപ്പോഴിത് പൂർണ്ണമായി കടലിലാണ്. ധനുഷ് എപ്പോഴും പറയുന്നത് കടല് ഭരിക്കുന്നവൻ കടല് പിടിക്കുന്നവൻ നാട് ഭരിക്കും എന്ന് പറയുന്നത്, കര ഭരിക്കും എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എല്ലാവരും ഇപ്പൊ കടലിലാണ് ലക്ഷ്യം വെക്കുന്നത്. ഈവൻ ഇന്ത്യ പോലും കടലിലാണ് ലക്ഷ്യം വെക്കുന്നത്. മലാക്ക കടലിലെടുക്കും എല്ലാം നമ്മൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു 6 മാസം കൂടുമ്പം ഒരു വാർഷിപ്പ് പുറത്തിറക്കുന്ന രീതിയിലേക്കാണ് സ്പീഡിൽ പോകുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് യുദ്ധക്കപ്പലുകൾ കുറവായതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നു. നമ്മൾ നേവി ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നു. അപ്പൊ കടലിലേക്ക് കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ചൈന കടലിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നു. ഒപ്പം തന്നെ റഷ്യ കടലിൽ തന്നെയാണ് അവരുടെ പരിപാടികളെല്ലാം നടക്കുന്നത്. അമേരിക്ക കടലിലേക്കാണ്. ഇതിന്റെ ഇടയിൽ കടലിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ച് ഒരാൾ ഇരിപ്പുണ്ട്, കിങ് ജോൺ ഉൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇതുവരെ അനങ്ങിയിട്ടില്ല. കിങ് ജോൺ ഉന്നും കടലാണ്. ഈ പറയുന്ന ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെ ഒക്കെ ഇടയ്ക്ക് ഉള്ള അവരുടെ അതിരെന്ന് പറയുന്ന കടലാണ്. അപ്പൊ ഇവിടെ എല്ലാം തന്നെ കടലിലേക്കാണ് പല രാജ്യങ്ങളും നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു കടലില്ലാത്ത രാജ്യങ്ങൾ കുറവായിരിക്കും അകത്ത് ഉള്ള. അപ്പൊ എല്ലാവരും അതിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഈ യുദ്ധത്തിൽ ഇല്ലാത്ത രാജ്യങ്ങൾ കൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇതുമായി പുലബന്ധം പോലും ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് ഈ യുദ്ധവുമായിട്ട്
ഇനിയിപ്പോ പറയൂ. എടുത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കടലിന്റെ അടിയിൽ കൂടെ പോകുന്ന ഫൈബർ കേബിളുകൾ അത് ഇറാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യത്തിലെ UPI സിസ്റ്റങ്ങൾ അടക്കം വലിയ പ്രതിസന്ധിയിലായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ മറ്റൊരു ഗസയായിട്ട് ഇറാനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ അമേരിക്ക നടത്തുന്നത്? അപ്പൊ ഗസ എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രദേശമാണ്, പക്ഷെ ഇറാന്റെ ഒരു സ്റ്റേച്ചറും ആ രാജ്യത്തിന്റെ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു വലിപ്പമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും മറ്റൊരു ഗസയാക്കി അത് മാറ്റിയെടുക്കുക. അത് അമേരിക്കയെ കൂടെ തകർക്കും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് അമേരിക്ക അത് നശിപ്പിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക സാമ്പത്തികമായിട്ട് തകരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം താഡിൽ ഉപയോഗിക്കേണ്ട മിസൈലുകളും പാട്രിയറ്റിൽ ഉപയോഗിക്കേണ്ട മിസൈലുകളൊക്കെ അമേരിക്കയ്ക്ക് പകുതിയായിട്ട് കുറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് ഒരു ട്രെയിലർ മാത്രമാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നല്ലോ. കാരണം റഷ്യ ഇനിയിപ്പോ ഒരു സൈഡിൽ നിന്ന് ഒരു നിരത്ത് തുടങ്ങും, യൂറോപ്പിലേക്ക് ഒരു നിരത്ത് തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ റഷ്യക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, വരില്ല എങ്കിലും പ്രോക്സി ആയിട്ടെങ്കിലും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അമേരിക്ക തകർന്നിരിക്കണം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്ന ഈ ഒരു സ്പീഡിൽ അമേരിക്ക ഇറാനിലേക്ക് ഇപ്പോ എന്ത് ഒരു ധൈര്യത്തിലാണ് ഇത്രയും വലിയൊരു അടി അടിക്കുന്നത്? അടിച്ചാൽ തന്നെയും അമേരിക്കക്ക് ഇത് എങ്ങനെ ഇതിൽ നിന്നൊന്ന് ഊരി വരാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, അമേരിക്ക എങ്ങനെ ഊരി വരും? കാരണം ഇറാൻ ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോഴും നമ്മൾ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ അടിച്ച ശേഷം അവരെ കൊണ്ട് പറയിക്കുകയായിരുന്നു, ശരി ഇനി അടിക്കരുത്, ഞങ്ങൾ തോറ്റു എന്ന് പറയിക്കുകയായിരുന്നു. പക്ഷെ ഇറാൻ എവിടെ അടിച്ചു കഴിഞ്ഞിട്ടും ഇറാൻ ഒരു കുലുക്കമില്ല എന്നുള്ളതാണ്. ഇറാൻ അത് മുമ്പ് കൊള്ളുകയാണ്, അതിന്റെ ഇരട്ടിയായിട്ട് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കും? ചില കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ പഴയ ആൾക്കാർ പറയില്ലേ, ഈ കൈവിട്ട കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് കണക്കാണ്. ചില കാര്യങ്ങൾ കൈവിട്ട് പോയി. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം ഇപ്പൊ ധനുഷ് പറഞ്ഞു, അത് കുറച്ചുകൂടെ നീണ്ടുപോയിരുന്നെങ്കിൽ അത് എവിടെ അവസാനിപ്പിക്കുമെന്നൊരു വലിയ വിഷയമുണ്ട്. ഇതിനകത്ത് അവസാനിപ്പിക്കണമെങ്കിൽ പല രാജ്യങ്ങളും ഇടപെടേണ്ടതുണ്ട്. ഈ പറയുന്ന ഖത്തറും പാകിസ്ഥാനും ഇടപെട്ടിട്ട് ഒന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരുപാട് രാജ്യങ്ങൾ അവസാനിപ്പിച്ച് ഒരു നല്ല ഫോർമുലയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരും അതിന് ഇപ്പൊ എല്ലാവരുടെയും രാജ്യങ്ങൾ പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യം, എല്ലാവരുടെയും സ്വകാര്യമായ കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ നോക്കുന്നു. ഇന്ത്യയുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകുന്നു, ചൈനയുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ആർക്കും ഇതിനകത്ത് ചെന്ന് ഇൻവോൾവ് ആയിക്കൊണ്ട് ഇതൊന്നും സെറ്റിൽ ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് അങ്ങനെ ആരും വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. മുമ്പെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടപെടാത്ത യുദ്ധങ്ങളാണെങ്കിൽ അവർ മുൻകൈ എടുക്കും, ഞങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാന്ന് പറഞ്ഞു. ഇപ്പൊ അവരാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇവിടെ ധനുഷ് മുമ്പൊക്കെ പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്, യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ആളാണ് ട്രംപ്. പുള്ളി കയറിയതിനു ശേഷം യുദ്ധം ഇല്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇതിനകത്ത് തീർക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഒരുപക്ഷെ ഒരു വലിയ ആക്രമണം, വലിയ നാശനഷ്ടവും വരുത്തിക്കൊണ്ട് പിന്നീട് ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് പോകാനൊരു സാധ്യതയായിരിക്കും നിൽക്കുന്നത്. ഇവരിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഈ ദ്വീപുകൾ ലക്ഷ്യമായിക്കൊണ്ടാണ് ഇപ്പൊ അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ഈ ദ്വീപുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഈ എണ്ണ പാടങ്ങളും എണ്ണ സർവീസുകളും മറ്റും നടത്തുന്ന ദ്വീപുകൾ. അതാ പറഞ്ഞത്, ഈ ദ്വീപുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമാക്കുക. ദ്വീപുകൾ പിടിച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞാല് കുറെ ചെറിയൊരു സ്പേസ് ആണ്. അവിടെ നിന്ന് ഈ ഇറാൻ എണ്ണ കൊണ്ടുവരാനും കഴിയില്ല. അവിടെ ഈ റിഫൈനറികളും മറ്റുമുള്ളതാണ്. അപ്പൊ അത് പിടിച്ചു വെക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അത് ഇറാൻ കീഴ്പ്പെടുത്തുകയൊന്നും അസാധ്യമായ കാര്യമാണ് ലക്ഷ്യം. കാരണം ചെറിയൊരു പ്രദേശമല്ല. ഇസ്രായേൽ ഈ തലകുത്തി മറിഞ്ഞിട്ട് ഈ ഗസയുടെ ഫുള്ളൊന്നും അവിടെ കെട്ടിയിട്ടില്ല. അപ്പം ഈ ഇറാൻ കണക്ക് വളരെ വലിയ ഒരു രാജ്യത്തേക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ അവരെ ഒരുപാട് ഇത് ചെയ്തിട്ട് ഇപ്പൊ അവരുടെ പാലങ്ങൾ തകർത്തിട്ടുണ്ട്, അവരുടെ റെയിൽവേ സ്റ്റേഷൻസ് തകർത്തിട്ടുണ്ട്. അതായത് അവരുടെ ഇപ്പോൾ സിവിലിയൻസിനാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ സിവിലിയൻസിന് ലക്ഷ്യം വെച്ചാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദുരിതങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തു, അവരുടെ ഗതാഗത സംവിധാനം കട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഈ വാട്ടർ പമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്, വെള്ളം കൂടി മുട്ടിച്ചു. ഇത് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അമേരിക്ക കരുതുന്നത് ഒരു പക്ഷെ ഇറാൻ മുൻകൈ എടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് വരും എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ അമേരിക്ക കരുതുന്നത്. പക്ഷെ ഇതിനകത്ത് എവിടെയും ഇപ്പോൾ നമുക്ക് ഒരു ഒത്തുതീർപ്പിന്റെ ഒരു വഴിയും കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് എവിടെങ്കിലും ഒരിടത്തുനിന്ന് എന്താ പറയുന്നത്, ഒരു ചെറിയ ഒരു സൂചന കിട്ടണ്ടേ? സൂചനയ്ക്കുള്ളൊരു സ്കോപ്പില്ല, കുറച്ചുകൂടെ വൈഡ് ആകുന്നതാണ് കാണുന്നത്. അതിനിപ്പോ റഷ്യയുടെ പ്രത്യക്ഷമായ സഹായം കൂടി ഇറാൻ ഉണ്ടെന്ന് ഇപ്പൊ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ചൈനയുടെ സഹായം ഉണ്ടാകും, ഒപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളുടെ, ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ നീറി നിൽക്കും. ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് ഇപ്പോൾ നടക്കുന്ന അടി ഒരു ശമനം വരും. അത് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിസൈൽ വിട്ട് കളിക്കുന്ന, ഇല്ല ഡ്രോൺ വിട്ട് കളിക്കുന്ന ഒരു രീതിയിലേക്ക് പശ്ചിമേഷ്യ മാറും. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് വലിയ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ പ്രതിസന്ധി മിഡിൽ ഈസ്റ്റുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, GCC രാജ്യങ്ങൾക്ക് അത് ഉണ്ടാക്കുന്നുള്ള തർക്കമൊന്നുമില്ല. അതുമൂലം നമ്മളടക്കമുള്ള രാജ്യങ്ങൾക്കും അതൊരു വലിയ ക്ഷീണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു യുദ്ധം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ
ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം. കാരണം ഇപ്പൊ ഇവിടെ ആരും സമാധാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. മിനിഞ്ഞാന്ന് വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ചർച്ചയ്ക്ക് വന്നു, അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വന്നു എന്നൊക്കെ. ഇപ്പൊ അദ്ദേഹം അതും പറയുന്നുമില്ല. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമാണ്. ഏതായാലും പഴയതുപോലെ അല്ല, ഫസ്റ്റ് ഫേസ് പോലെ അല്ല, സെക്കൻഡ് ഫേസിൽ ആണ് ഉള്ള റിപ്പോർട്ടുകളൊക്കെ. കുറച്ചുകൂടെ കട്ടിയായിരിക്കുന്നു യുദ്ധം. ഇറാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചന്നം ഭിന്നമാണ് അടിക്കുന്നത്. കാരണം ഖത്തറൊക്കെയാണ് ഇതിന്റെ ഇടനില നിൽക്കുന്നത്. ആ ഖത്തറിൽ തന്നെ വലിയ ആക്രമണം നടത്തി, ബഹ്റിനിൽ തുടർച്ചയായിട്ട് ആക്രമണം നടത്തുന്നു, UAE അവർ ലക്ഷ്യം വെക്കുന്നു. ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഫേസിൽ നമുക്ക് വാർത്തകളുണ്ടല്ലോ, ഓൺലൈനിൽ വാർത്തകൾ കിടപ്പുണ്ടല്ലോ. ആ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ശക്തമായ സംഘർഷം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു. അമേരിക്കയാണെങ്കിലും ഇറാൻ ആണെങ്കിലും തന്നെ ഇത് എവിടെങ്കിലുമൊക്കെ തീരുന്നതിനെ കുറിച്ചൊരു സൂചന പോലും ഇല്ല എന്നുള്ളതാണ്. വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ പോകുന്നത്. നമ്മളിപ്പോ ഇത് ഇങ്ങനെ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടിന്യൂസ് എടുത്തു പോകുന്നൊരു സബ്ജക്റ്റാണിത്. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും അത് പറയാനില്ല. അത് എവിടെ തീരും എന്നൊന്നും നമുക്കത് ചർച്ചയ്ക്ക് ഒരു സ്കോപ്പ് ഇവിടെ തെളിയുന്നില്ല.